ദീപ്തമായ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ. ഇത് ഇരിങ്ങാലക്കുട രൂപതയിലെ പാറക്കടവ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരിയായ ഫാദർ ചാൾസ് ചിറ്റാട്ടുകരക്കാരൻ. ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന അനുഭവങ്ങൾ ചാൾസ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ചാൾസ് ചിറ്റാട്ടുകരക്കാരൻ, ഇരിങ്ങാലക്കുട രൂപത വൈദികനാണ്. എൻ്റെ വീട് കൊടകരയിലാണ്. കൊടകര സെൻറ്റ് ജോസഫ് ഫൊറോന ദേവാലയ അംഗമാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഇരിങ്ങാലക്കുട രൂപതയിലെ തന്നെ ഏറ്റവും ബോർഡറിലുള്ള ഒരു പള്ളിയായിട്ടുള്ള പാറക്കടവ് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലാണ്. ഈശോയെക്കുറിച്ച്, ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും ജീവിതത്തിലെ കൊച്ചു കൊച്ചു അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനും സാധിക്കുന്നതിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊടകര ഇടവകയാണ് എൻ്റെ സ്വദേശം. കൊടകര ഇടവകയിൽ കാറ്റിസം പഠിക്കുന്ന സമയത്ത് ഈശോയിലേക്ക് എന്നെ ചേർത്ത് നിർത്തിയ മനോഹരമായിട്ടുള്ളൊരു അനുഭവമുണ്ട്. ഞങ്ങൾക്കൊരു സജി ടീച്ചർ ഉണ്ടായിരുന്നു 8ാം ക്ലാസ്സിൽ. അപ്പം എല്ലാ കുട്ടികളുടെയും ഒരു വലിയ ടെൻഷൻ 7ാം ക്ലാസ് കഴിഞ്ഞു, ഇനി 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 2 ഡിവിഷൻ ഉണ്ട്, ഇതിൽ ആരുടെ ക്ലാസ്സിലാകും എന്നുള്ളതാണ്. സജി ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര കർക്കശ നിലപാടൊക്കെ എടുക്കുന്ന ആളാണ്. പക്ഷെ ഭയങ്കര സ്നേഹമാണ്, എന്നാൽ പോലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ആരെങ്കിലും ഒരാൾ അപ്പുറത്തെ ക്ലാസ്സിലും ഒരാൾ ഇപ്പുറത്തെ ക്ലാസ്സിലും ആകണമല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം ഞങ്ങളെ കുറച്ച് പേരെ ഒരുമിച്ച് കൃത്യം സജി ടീച്ചറുടെ ക്ലാസ്സിൽ തന്നെ കൊണ്ടുവന്നാക്കി. സജി ടീച്ചർ ക്ലാസ് തുടങ്ങി ഫസ്റ്റ് ദിവസം ഞങ്ങളെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. 8ാം ക്ലാസ്സിലായി, ഞങ്ങൾക്ക് കുരിശ് വരയ്ക്കാനായിട്ട് അറിയുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആദ്യത്തെ ഒരു പരീക്ഷ. എല്ലാവരും വിളിച്ച് കുരിശ് വരപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 8ാം ക്ലാസ്സിലായിട്ട് കുരിശ് വരയ്ക്കാൻ പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് സജി ടീച്ചർ നേരെ കുർബാനയിലേക്ക് എത്തുന്നത്. ഈ അധ്യയന വർഷം തുടങ്ങി 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ പറഞ്ഞു, നിങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കുചേരണം. എല്ലാ ദിവസവും അറ്റൻഡൻസ് വിളിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കും. അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത്, അച്ഛൻ ഇന്നൊരു മുളന്തണ്ടിൻ്റെ കഥ പറഞ്ഞിരുന്നല്ലോ, എന്താണ് ആ കഥ, അത് കൃത്യമായിട്ട് ചോദിക്കും, കൃത്യമായിട്ട് ഞങ്ങൾ പറയണം. രണ്ടാമതായിട്ട് ടീച്ചർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിരുന്ന മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ടീച്ചർ ഇപ്രകാരം പറഞ്ഞിരുന്നു, നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഞായറാഴ്ചകളിലെങ്കിലും വിശുദ്ധ കുർബാന കാണുമല്ലോ. ഈ വിശുദ്ധ കുർബാന കാണുന്ന സമയത്ത് വൈദികൻ കാസ എടുത്ത് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കണം? കണ്ണുകൾ അടച്ച് നിങ്ങൾ ചിന്തിക്കണം, അന്ന് പെസഹായുടെ തിരുനാളിൻ്റെ അന്ന് ഈശോ കാസ എടുത്ത് ഉയർത്തിയത് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം എന്ന് ഈ സജി ടീച്ചർ പറഞ്ഞത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സ്നേഹമുള്ളവരെ, ഈ സജി ടീച്ചറുടെ ക്ലാസ് 8ാം ക്ലാസ് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം കാറ്റഗറി കഴിഞ്ഞ് മൈനർ സെമിനാരി ചേർന്നു, മേജർ സെമിനാരിയിൽ ചേർന്നു, ഉടുപ്പ് കിട്ടി. ഇന്ന് വൈദികനായിട്ട് ഞാൻ 8ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 8ാമത്തെ വർഷം ഇന്നും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഞാൻ ഈ കാസിയും പിലാസിയും എടുത്ത് ഉയർത്തുമ്പോൾ അന്ന് സജി ടീച്ചർ പറഞ്ഞ ഈശോയുടെ രൂപം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് പാറക്കടവ് പള്ളിയിലെ അൾത്താരയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഈശോയാണ് ഈ പാറക്കടവിൽ വന്നിട്ട് കാസിയും പിലാസിയും എടുത്ത് ഉയർത്തുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയിലും ഉദാശവചനത്തിന്റെ സമയത്ത് ഞാൻ അപ്പമെടുത്ത് ഉയർത്തുമ്പോഴും അതുപോലെ തന്നെ കാസി എടുത്ത് ഉയർത്തുമ്പോഴും ഞാൻ തന്നെ കണ്ണുകൾ അടച്ചിട്ട് ഈശോ ഈ പെസഹ തിരുനാളിന് ശിഷ്യന്മാർ 12 പേരുടെ നടുവിലിരുന്നിട്ട് ഈശോ ഈ കാസി എടുത്ത് ഉയർത്തിയതും പിലാസി എടുത്ത് ഉയർത്തിയതും അല്ലെങ്കിൽ അപ്പം എടുത്ത് ഉയർത്തിയതുമെല്ലാം എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരാറുണ്ട്. അതിന് ഒറ്റ കാരണം സജി ടീച്ചറാണ്. ഇന്നും ഇത് പറയുമ്പോഴും ഞാൻ സജി ടീച്ചറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കും നമ്മുടെ മക്കൾക്ക് ഇതുപോലെയുള്ള ബോധ്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കണം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.
ഞാൻ തിയോളജി പഠനം പൂർത്തിയാക്കിയത് മംഗലപ്പുഴ സെമിനാരിയിലാണ്. ഈ മംഗലപ്പുഴ സെമിനാരിയെ കുറിച്ച് പറയുമ്പോൾ നന്ദിയോടെ അല്ലാതെ ഓർക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ദിവ്യകാരുണ്യ ഈശോയുമായിട്ടുള്ളൊരു ബന്ധത്തിൽ മംഗലപ്പുഴ സെമിനാരി അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വൈദികരുടെയും ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. ഞങ്ങളെ വിശുദ്ധ കുർബാന ചൊല്ലാനായിട്ട് പഠിപ്പിച്ച തകിടിയലച്ചൻ, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ തിയോളജി ഞങ്ങളെ പഠിപ്പിച്ച സിബി പുളിക്കലച്ചൻ, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ ലിറ്റർജിയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച ആന്റണി നരികുളച്ചൻ, ഇവരെയൊക്കെ ഞാനിപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. മംഗലപ്പുഴ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, അന്ന് സബ് ഡീക്കനൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ മാത്യു ഇല്ലത്ത് പറമ്പിലച്ചൻ പാലക്കാട് രൂപതാംഗമാണ്. അച്ഛനായിരുന്നു ഞങ്ങളുടെ റെക്ടർ അച്ഛൻ. അപ്പോൾ റെക്ടർ അച്ഛനുമായിട്ട് ഞങ്ങൾക്ക് ഒരു വർഷത്തിൽ 1-2 തവണ കോൺഫറൻസുകൾ ഉണ്ടാകും. കോൺഫറൻസിന് റെക്ടർ അച്ഛൻ ചില ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങളുടെ ചില ബോധ്യങ്ങൾ അദ്ദേഹം പരിശോധിക്കും. അങ്ങനെ ഒരു കോൺഫറൻസിൻ്റെ ദിവസം അച്ഛൻ എന്നെ വിളിച്ചിരിക്കുകയാണ്. വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ചാൾസ് അച്ഛനാവാറായല്ലോ, ഇനി ഒരു 1-1.5 വർഷം കൂടി ഉള്ളൂ, ചാൾസ് ഒരുങ്ങുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുങ്ങുന്നുണ്ട് അച്ഛാ. അപ്പോൾ അച്ഛൻ ചോദിച്ചാൽ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട്, ഈ പട്ടം സ്വീകരിക്കാനായിട്ട്, തിരുപ്പട്ടം സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട്, പിന്നെ ചെറിയ രീതിയിലൊക്കെ നോമ്പൊക്കെ എടുത്ത് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ റെക്ടറച്ചൻ ചോദിച്ചു, ചാൾസ് ഇടവകയിൽ വികാരിച്ചനാകാനായിട്ട് ഒരുങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിലൂടെ നടക്കുന്നു. അപ്പം അദ്ദേഹം ചോദിച്ചു ഇടവകയിൽ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു വിശുദ്ധ കുർബാന അർപ്പിക്കണം, ഉദാസികൾ പരിക്രമം ചെയ്യണം. അങ്ങനെ അപ്പോൾ മാത്യു അച്ഛൻ ചോദിച്ചു ഇങ്ങനെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി എന്താണ് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളെ യുവജനങ്ങളെ പള്ളിയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു പള്ളിയോട് അടുപ്പിച്ചിട്ട് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ സമയത്തിരുന്ന് ഞാൻ തന്നെ ആലോചിക്കുകയാണ്, പള്ളിയോട് അടുപ്പിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? യുവജനങ്ങളെ പള്ളിയോട് അടുപ്പിച്ചിട്ട് വേറെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഞാനിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടെന്നോളം അച്ഛൻ എന്നോട് പറയണം, ചാൾസ് യുവജനങ്ങളെ പള്ളിയിലേക്ക് അടുപ്പിക്കുന്നത് അവർ വിശുദ്ധ കുർബാനയുമായിട്ട് ചേർത്ത് നിർത്താൻ വേണ്ടി മാത്രമാണ്. നീ എന്തൊക്കെ ചെയ്താലും, ഇപ്പൊ ബ്രദർ ഒരു വൈദികനായിട്ട് ഒരു ഇടവകയിൽ പോയി അവർക്ക് വേണ്ടി ഒരു ടൂർണമെന്റ് നടത്തുന്നു, അവരെ കൊണ്ടൊരു പിക്നിക്ക് പോകുന്നു, അല്ലെ അവർക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തുന്നു, എന്തൊക്കെ നടത്തിയാലും അതിൻ്റെ എല്ലാം ഫോക്കസ് ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? അതൊക്കെ അവരെ വിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. കുട്ടികൾക്കാകട്ടെ, യുവജനങ്ങൾക്കാകട്ടെ, ഫാമിലിക്ക് ആകട്ടെ, ആർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിൻ്റെ എല്ലാം എൻഡ് റിസൾട്ട് അവരെ വിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരിക്കണം എന്ന് മാത്യു ഇല്ലത്ത് പറമ്പിലച്ചൻ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഒരു വൈദികനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ വികാരിച്ചനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്ന് പാറക്കടവ് പള്ളിയിൽ വികാരിച്ചനായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്ത് ആ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു, ഇവിടെ വരുമ്പോൾ എങ്ങനെയെങ്കിലും അന്ന് എൻ്റെ റെക്ടറച്ചൻ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെയും യുവജനങ്ങളെയൊക്കെ വിശുദ്ധ ബലിയിലേക്ക്, ഈ ബലിപീഠത്തോട് ചേർത്ത് നിർത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. പ്രത്യേകിച്ച് കാറ്റഗറിസം പഠിക്കുന്ന കുട്ടികൾ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ സ്കൂളിൽ മിടുക്കന്മാരാണ്, നല്ല മിടുക്കികളാണ്, നല്ല എന്താ പറയുക, നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉള്ള നല്ല കുട്ടികൾ, നല്ല മാർക്കൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പം എനിക്ക് തോന്നി ഈ കുട്ടികൾ ഇങ്ങനെ മാത്രം പോയാൽ പോരാ എന്ന് പറഞ്ഞാൽ അവർ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവർ മിടുക്കരാണ്, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അവർ ആ മിടുക്ക് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ന് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒട്ടേറെ ചതിക്കുഴികളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോരോ ദിവസവും കടന്നു പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ഈശോയെ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ ഈ ദിവ്യബലിയുമായിട്ട് ചേർത്ത് നിർത്തുക? എനിക്ക് ഉറപ്പാണ് ഈ ദിവ്യബലിയുമായിട്ട് അവർ ചേർന്ന് നിന്നാൽ, ഈ ബലിപീഠവുമായിട്ട് അവർ ചേർന്ന് നിന്നാൽ, സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലെ സംരക്ഷണം അവർക്ക് ലഭിക്കും. അവരൊരിക്കലും വഴിതെറ്റി പോവുകയില്ല. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്, തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ ഈ ചിറകിൻ്റെ കീഴിൽ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഒരു കാക്കയോ ഒരു പരുന്തോ ഇവരെ റാഞ്ചു കൊണ്ട് പോകാറില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ബലിപീഠത്തിൻ്റെ ഒരു സംരക്ഷണം ഈ കുഞ്ഞുമക്കൾക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. പലപ്പോഴും ഈശോ നമുക്ക് നൽകുന്നത് പോലെ തന്നെ, എൻ്റെ ജീവിതത്തിൽ നിന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഇടയിലാണ് ഈശോ നല്ല നല്ല ആശയങ്ങൾ നമുക്ക് വെച്ച് തരിക. നമ്മളിങ്ങനെ ഒരു നിയോഗവും കൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കി, ആ വിശുദ്ധ കുർബാന കഴിയുമ്പോഴേക്ക് ഈശോ മനോഹരമായിട്ടുള്ള ഒരു ആശയമായിട്ട് നിങ്ങൾക്ക് അത് തരും എന്ന് പറയുന്നത് പോലെ പാറക്കടവ് പള്ളിയിൽ വന്നപ്പോൾ
ഈശോ എൻ്റെ മനസ്സിൽ ഉദിപ്പിച്ച ഒരു ആശയമാണ്. ഈശോ തന്നൊരു ആശയമായിരുന്നു 7 സ്റ്റാർ UKC ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ആശയം. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈ കുഞ്ഞുമക്കളെ വിശുദ്ധ കുർബാനയിൽ ചേർത്ത് നിർത്താനായിട്ടുള്ള ഒരു ചെറിയ സംഘടന. അതിലൂടെ ഈ മക്കളെ ഈശോയുടെ സ്നേഹത്തിലേക്കും പ്രത്യേകിച്ച് ബലിപീഠത്തിലേക്കും ചേർത്ത് നിർത്താനായിട്ട് സാധിക്കുക. ഈ ഇടവകയിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ തന്നെ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ ഒരു ഇടം ഈ ദേവാലയത്തിലെ ഈ അൾത്താരയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഏറ്റവും കൃപ നിറഞ്ഞ ഒരു ഇടത്തിൽ നിന്ന് വേണം ഈ കുഞ്ഞുമക്കൾ ഓരോരുത്തരും അവരുടെ ദിവസം ആരംഭിക്കാനായിട്ട്. ഈ ദേവാലയത്തില് രാവിലെ 6:20 കുർബാന. ഈ കുഞ്ഞുമക്കള് അനേകം കുട്ടികൾ ഇന്നും എല്ലാ ദിവസവും അതിരാവിലെ എണീറ്റ് വീട്ടുകാർ പോലും വിളിക്കാതെ തന്നെ അവര് ഭംഗിയായിട്ട് അലാമൊക്കെ വെച്ച് എണീറ്റ് കൃത്യമായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതും അതുപോലെ തന്നെ ഈ ബലിപീഠത്തിനരികിൽ നിന്നും അവരൊരു ദിവസം ആരംഭിക്കുന്നതും ഏറെ നമ്മുടെ ഹൃദയമൊക്കെ നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. സ്നേഹമുള്ളവരെ, എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ ദേവാലയത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ബലിപീഠത്തിൽ നിന്നും ഒരു ദിനം ആരംഭിക്കുന്ന ഈ കുഞ്ഞുമക്കള് ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. അവർക്ക് കർത്താവിന്റെ ചിറകിന്റെ സംരക്ഷണം കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിന് ഈ ഇടവക സമൂഹവും ഇവരുടെ മാതാപിതാക്കളെ ഈ കുഞ്ഞുമക്കളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു നിന്നെ വിശ്വൈകരാജനേ. തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു നിന്നെ വിശ്വൈകരാജനേ. 2020 കൊറോണ കാലഘട്ടം ഒരുപോലെ ആശങ്കകളും അതുപോലെ തന്നെ ഒത്തിരി പ്രതീക്ഷകളും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. ആശങ്കകൾ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പള്ളികളും അടച്ചിടുന്നു, വിശുദ്ധ കുർബാനകൾ ദേവാലയത്തിൽ അർപ്പിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുന്നു, പബ്ലിക്കായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥ വരുന്നു. എന്നാൽ പ്രതീക്ഷകളുടെ ഒരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞതിന് പിന്നിൽ അതിലും കുറേ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും വ്യക്തിപരമായിട്ട് ദിവ്യകാരുണ്യ ഈശോയോട് ഒരു അടുപ്പം സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഈ കാലഘട്ടത്തിന് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് അനുഭവങ്ങളുണ്ട്. 2020 ഞാൻ പരിയാരം സെൻറ് ജോർജ് പള്ളിയിലെ കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം. അന്ന് ഇതുപോലെ ഏകദേശം ഒരു മാർച്ചൊക്കെ ആയപ്പോഴേക്കും പള്ളികളെല്ലാം അടയ്ക്കപ്പെട്ടു. പിന്നെ ആകപ്പാടെ വിശുദ്ധ കുർബാനകൾ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പള്ളിയിൽ വിശുദ്ധ കുർബാന ചൊല്ലാം, അല്ലെങ്കിൽ 2 മഠങ്ങളിൽ 2 കോൺവെന്റുകൾ ഉണ്ട്. അവിടെ 2 കോൺവെന്റുകളിൽ മാത്രമായിട്ട് ഞങ്ങളുടെ വിശുദ്ധ കുർബാന ഒതുങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ഞാനും വികാരിച്ചൻ ജോസഫ് തെക്കേതല എന്ന് പറയുന്ന വികാരിച്ചനും കൂടിയിട്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ 2 പേരും 2 കോൺവെന്റുകളിൽ മാറി മാറി ഓരോ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകും. അങ്ങനെ ഒരു ദിവസം രാവിലെ വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനോട് ഞാൻ ചോദിച്ചു, ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം ടേബിൾ എങ്ങനെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 9 മണിയായല്ലോ, ഇനി ഒരു 9:30 വരെ ഞങ്ങൾക്ക് ക്ലീനിങ് ഒക്കെ ഉണ്ട്, ഈ പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം 9:30 മുതൽ ആരാധനയാണ്. ആരാധന തുടങ്ങി ഒരു 12 മണി വരെ ആരാധനയാണ്. 12 മണിക്ക് ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനകൾ. 12:30 ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. പിന്നെ കുറച്ച് സമയം ക്ലീനിങ്ങിനും ഉല്ലാസത്തിനൊക്കെ വേണ്ടി മാറ്റിവെക്കുന്നു. ഏകദേശം ഒരു 2 മണിയോട് കൂടിയിട്ട് വീണ്ടും ആരാധന തുടങ്ങുകയാണ്. 3 മണിക്ക് കരുണക്കൊന്ത ചൊല്ലും. 3:30 മുതൽ ചെറിയൊരു പ്രാർത്ഥനയുണ്ട്, ഗ്രൂപ്പായിട്ടുള്ളൊരു പ്രാർത്ഥന. 4 മണിക്ക് വൈകുന്നേരത്തെ ടിഫിൻ കഴിക്കുന്നു. ഗാർഡനിൽ കുറച്ച് വർക്കുകൾ. 5:30 മുതൽ വീണ്ടും നമ്മൾ പ്രാർത്ഥന തുടരുന്നു, ആരാധന, വൈകിട്ട് സപ്പർ, അത് കഴിഞ്ഞാൽ ജാഗരണ പ്രാർത്ഥന. ഏകദേശം ഒരു 11 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങുന്ന സമയമാകുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തെ ഓർത്ത് എനിക്ക് നാണം തോന്നി എന്നുള്ളതാണ്. കാരണം ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ഈ കൊറോണ കാലഘട്ടത്തിൽ അവർക്ക് സ്കൂളിൽ നിന്നൊക്കെ അവധി കിട്ടിയപ്പോൾ അവർ ഭൂരിഭാഗ സമയവും പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയാണ്. ഭൂരിഭാഗ സമയത്തും അവർ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു. ഞാനാണെങ്കിൽ അത്ര അധികം പ്രാർത്ഥനയിൽ ഒന്നുമില്ലാതെ ഒരു നാമമാത്രമായ പ്രാർത്ഥനയിൽ ഒതുങ്ങി ജീവിക്കുന്നു. ഞാനും ചിന്തിച്ചു, എന്തായാലും കുറച്ച് സമയം എന്തായാലും ദിവ്യകാരുണ്യ ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ഒരു സമയം കണ്ടെത്തണം. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചു, വൈകിട്ട് ഒരു 1 മണിക്കൂറെങ്കിലും ഈശോയുടെ കൂടെ ഇരിക്കാൻ പറ്റിയാൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ അതിനൊരു ട്രയൽ അടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്തു. ചാലക്കുടി പള്ളിയിലായിരുന്നപ്പോൾ അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളിൻ്റെ ദിവസം കുട്ടികൾക്ക് കൊടുത്തൊരു കാർഡ് ഉണ്ട്. ആ കാർഡിൻ്റെ ഒരു വശത്ത് ദിവ്യകാരുണ്യ ഈശോ ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു, ഒരു അരുളിക്കയുടെ മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ. എൻ്റെ അപ്പുറത്ത് ഒരു 3 മെഴുകുതിരികൾ വീതമുള്ള മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ചെറിയൊരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ എൻ്റെ മേശപ്പുറത്ത് ഞാൻ എടുത്ത് വെച്ച് എൻ്റെ അപ്പുറത്ത് ചെറിയ 2 മെഴുകുതിരികളൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇരുന്ന് ദിവ്യകാരുണ്യ ആരാധനയുടെ ഒരു ട്രയൽ നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ
1 മണിക്കൂറെങ്കിലും എനിക്ക് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കാനായിട്ട് സാധിക്കുമോ എന്നറിയണം. അങ്ങനെ ഒരു പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്നറിയണം. അങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ ചെറിയ മൊബൈലിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് വളരെ ശാന്തമായിട്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് 2 തിരികൾ മാത്രം കത്തിച്ച് വെച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ഫോട്ടോയുടെ മുമ്പിൽ ഞാനിരുന്ന് ആരാധന കൂടുകയാണ്. എൻ്റെ റൂമിൽ തന്നെ ഇരുന്ന്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം ഞാൻ രാവിലെ തന്നെ വികാരിച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ആഗ്രഹമുണ്ട്, വൈകിട്ട് ഞാനൊരു 7 മണി മുതൽ 8 മണി വരെ ആരാധനയ്ക്ക് എടുത്തു വെച്ചോട്ടെ. കാര്യം ആൾക്കാരൊന്നും വരില്ല, കൊറോണ കാലഘട്ടമാണ്, അധികം പേരൊന്നും വരില്ല. ഇനിയിപ്പോൾ അഥവാ വന്നാൽ തന്നെ നമ്മൾ വലിയ മൈക്കൊന്നും എടുത്ത് വെച്ച് നമുക്ക് ആരാധന ലീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അന്നത്തെ കാലഘട്ടത്തിൽ. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ചെറിയ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ചുമ്മാ ശാന്തമായിട്ടിരുന്ന് ആരാധിച്ചോട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല, ഫുൾ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ 7 മണി മുതൽ 8 മണി വരെ പള്ളിയിൽ ആരാധന വെക്കുകയാണ്. കോമൺ ആയിട്ടൊരു ആരാധന. യുവജനങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രം ഞാനിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനിങ്ങനെ അറിയിപ്പിട്ടു, ഇന്ന് മുതൽ 7 മണി മുതൽ 8 മണി വരെ ആരാധന ഉണ്ടായിരിക്കും, താല്പര്യമുള്ളവർക്ക് വരാം. ഗൈഡഡ് ആരാധനയൊന്നും അല്ല, മറിച്ച് ചുമ്മാ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞു. 4 or 5 ആളുകൾ, ചില ദിവസങ്ങൾ അതൊരു 6 or 8 ആളുകൾ വരെ എത്തി. വളരെ റയറായിട്ട് അതിനും കൂടുതൽ ആളുകളൊക്കെ ഈ ആരാധനയ്ക്ക് വന്നു തുടങ്ങി. എന്നിരുന്നാലും എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 or 4 പേരെങ്കിലും എല്ലാ ദിവസവും ആരാധനയ്ക്ക് വന്നു തുടങ്ങി. ആരാധനയ്ക്ക് വന്നാൽ അൾത്താരയിൽ തിരുവോസ്തി എഴുന്നള്ളിച്ച് നമ്മൾ വെക്കുന്നു, അരുളിക്ക് എടുത്ത് വെക്കുന്നു, ബാക്കി 2-3 തിരികളൊക്കെ കത്തിച്ച് ബാക്കി ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുന്നു. ആ പള്ളിയിൽ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വന്നിരിക്കാം, ബെഞ്ചിലിരിക്കുകയോ താഴ്ത്തിരിക്കുകയോ ആകാം. അങ്ങനെ കാറ്ററിസം HM മുതൽ യുവജനങ്ങൾ വരെ ആ ആരാധനയ്ക്ക് വന്ന് പങ്കെടുക്കാനായിട്ട് തുടങ്ങി. ഓരോരുത്തരും എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്നോ എത്ര നേരം പ്രാർത്ഥിക്കുന്നുവെന്നോ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ ഒറ്റ കാര്യം മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കുന്നുള്ളൂ, ഞാനും എൻ്റെ ഈശോയും മാത്രമേ ഇവിടെ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എൻ്റെ ഈശോയുടെ അടുത്ത് പറയാം. അവിടെ ഇരുട്ടായതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ കരയാം, ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഈശോയോട് ഷെയർ ചെയ്യാം. ഒരു കൂട്ടുകാരനോട് എന്ന പോലെ എൻ്റെ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എനിക്ക് ഈശോയോട് മുമ്പിൽ ഇങ്ങനെ തുറന്നു വയ്ക്കാനായിട്ടുള്ള ഒരു അവസരം അത്ര മാത്രമേ കരുതിയിരുന്നുള്ളൂ. അത് മനോഹരമായിട്ട് ആരാധന സമയം മുന്നോട്ട് പോയി. എനിക്കറിയാം ഇന്നും ഒരുപാട് പേര് ആ കാര്യം പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. അന്നത്തെ ആ ആരാധനയിലൂടെ എൻ്റെ ജീവിതത്തിൽ ഈശോയുമായിട്ട് വന്നൊരു വ്യക്തിബന്ധം അത് വളരെ മനോഹരമാണ്. എൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈശോയുമായിട്ട്, ദിവ്യകാരുണ്യ ഈശോയുമായിട്ട് ഇത്രയും അടുത്ത ഒരു ബന്ധം കിട്ടാനായിട്ട് ഈ ദിവ്യകാരുണ്യ ആരാധന എന്നെ വളരെ സഹായിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ആരാധനയൊക്കെ കഴിഞ്ഞ് പരിയാരത്ത് നിന്ന് ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഞാൻ മറ്റൊരു പള്ളിയിലേക്ക് വന്നു. 1-2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു യൂത്തിലെ ഒരു പയ്യൻ എന്നെ വിളിക്കുകയാണ്, അച്ഛാ ഞാനിങ്ങനെ തോമസ് ആണ്, അച്ഛാ ഞാൻ സെമിനാരിൽ ചേരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നീ സെമിനാരിൽ ചേരാൻ പോവുകയാണോ? അപ്പോൾ പറഞ്ഞു, പണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും ഞാൻ സെമിനാരിൽ ചേരാനായിട്ട് പോവുകയാണ്, ഞാനിങ്ങനെ കപ്പുച്ചിൻ സഭയിൽ ചേരാനായിട്ട് പോവുകയാണ് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഈശോയുമായിട്ടൊക്കെ ഒരു ബന്ധം വന്നെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ തോമസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ കപ്പുച്ചിൻ ബ്രദർ പറഞ്ഞതാണ്, അച്ഛൻ അന്ന് 7 മണി മുതൽ 8 മണി വരെ ആരാധനയ്ക്ക് എടുത്തു വെച്ചില്ലേ, അന്ന് ഞാൻ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ വരുമായിരുന്നു. അന്ന് അവനൊരു IT ഫാമിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവൻ പറയണം, പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വരുമായിരുന്നു അച്ഛാ. അന്ന് ഞാൻ തീരുമാനിച്ചു, ഈശോയുമായിട്ട് നല്ലൊരു ബന്ധം കിട്ടി, അന്നൊരു നല്ലൊരു റിലേഷൻ കിട്ടി. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനിയുള്ള ജീവിതം ഈശോയ്ക്കാണെന്ന് ഞാൻ തീരുമാനിച്ചു. വീട്ടിൽ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായി. IT ഫാമിൽ വർക്ക് ചെയ്ത് ഈ കടങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഇന്ന് ഞാൻ ഒരു സെമിനാരിൽ ചേരാനായിട്ട് പോവുകയാണ് അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ട് ഈശോയുമായിട്ടുള്ള ഒരു അടുപ്പത്തിന് വേണ്ടി ഞാൻ തുടങ്ങിയ, അല്ലെങ്കിൽ ഈശോ പറഞ്ഞ് നമ്മൾ തുടങ്ങിയ ഒരു കുഞ്ഞൊരു സംരംഭത്തിലൂടെ ഒരു ദൈവവിളി വരെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അഭിമാനിക്കാനുള്ള വലിയൊരു കാര്യമാണ്. ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുകയാണ്. 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഈശോയുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഈ ഒരു അവസരം എനിക്ക് തുറന്നു തന്നതിന് എന്ന് പറഞ്ഞാൽ ഇന്നും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും കുറച്ച് സമയം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് പബ്ലിക്കായിട്ട് ആരാധിക്കാനുള്ള ഒരു അവസരം എൻ്റെ ഇടവകയിൽ, ഞാൻ ആയിരിക്കുന്ന ഇടവകയിൽ കൊടുക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് രാത്രിയിലും ഞാൻ ആരാധനയ്ക്ക് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കുമ്പസാരങ്ങളിലും ഞാൻ യുവജനങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരു പക്ഷെ പള്ളിയിൽ വന്ന് ആരാധിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ മുറിയിലിരുന്ന് നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് യൂട്യൂബ് എടുത്താൽ അതിൽ ഓൺലൈൻ അഡോറേഷൻ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ വരും. ഒരു 10 മിനിറ്റെങ്കിലും ഈശോയുടെ മുമ്പിൽ, ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഇരിക്കാനായിട്ട് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നെനിക്ക് ഉറപ്പാണ്. ഈശോ അങ്ങനെ ഒരു വഴി തുറന്നു തന്നതിനും അതിലൂടെ ഒരു യുവാവിന് ദൈവവിളി കൊടുത്തതിനും ഇന്നും ദിവ്യകാരുണ്യ ഈശോയെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും
പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും ചങ്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. ഏറ്റവും അവസാനത്തെ വരി വളരെ ഹൃദയകാരിയാണ്. അതെന്താണത്? ഇനി ഒരു ബലിയർപ്പിക്കാനായിട്ട് ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിയില്ല, അത് ദൈവത്തിന് മാത്രം അറിയുന്നൊരു കാര്യമാണ്. ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് 2018 ജനുവരി 2-ാം തീയതിയാണ്. എൻ്റെ ജന്മദിനത്തിൽ തന്നെയാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത്. പിന്നത്തെ ഞായറാഴ്ച, ചൊവ്വാഴ്ചയായിരുന്നു തിരുപ്പട്ട ശുശ്രൂഷ. പിന്നത്തെ ഞായറാഴ്ച ഒരു അനുമോദന സമ്മേളനം നടക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന ഒരു ഞായറാഴ്ച ഏകദേശം ഒരു 14-ാം തീയതി 15-ാം തീയതി ആകുമ്പോഴേക്കും അന്ന് രാവിലെ കുർബാനയ്ക്ക് വന്നപ്പോൾ സങ്കീർത്തിയിൽ കയറിയപ്പോൾ ഞങ്ങളുടെ കൊടകര പള്ളിയിലെ കപ്പേര് ജോസഫേട്ടൻ, അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം തലേ ദിവസം ഇങ്ങനെ പൂവൊക്കെ വെക്കാറുണ്ട് പള്ളിയിൽ, അപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും കിടന്നത്. അപ്പോൾ ഞാൻ ജോസഫേട്ടൻ്റെ അടുത്ത് വെച്ചു, ജോസഫേട്ട ഇന്നലെ ഉറങ്ങിയില്ലേ, കണ്ണൊക്കെ ആകെപ്പാടെ ചുമന്നിരിക്കണ്ടല്ലോ എന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇടറിയ സ്വരത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അതല്ല അച്ഛാ, നമ്മുടെ ഓൾട്ടർ ബോയ്സിലുള്ള ജസ്വിൻ മരിച്ചു എന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ ഞാൻ കേട്ടുള്ളൂ, ഓൾട്ടർ ബോയ്സിലുള്ള ജസ്വിൻ മരിച്ചു. സത്യം പറഞ്ഞാൽ ഈ ജസ്വിൻ ആരാണെന്നോ, പെട്ടെന്ന് ജസ്വിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു മുഖമൊന്നും ഓർമ്മ വന്നില്ല. കാരണം സെമിനാരിൽ ഇരുന്നിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അപ്പോൾ ഓൾട്ടർ ബോയ്സുമായിട്ടുള്ള അത്ര അടുപ്പം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പേര് പറയുമ്പോഴേക്കും മുഖമൊന്നും ഓർമ്മയിൽ വരുന്നില്ല. പക്ഷെ അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ മറ്റൊരച്ഛനും കൂടി ഉണ്ടായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട്. പക്ഷേ ആ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ദൈവമേ, ഇന്നലെ വരെ ഈ ബലിപീഠത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് വിശുദ്ധ കുർബാനയ്ക്ക് സഹായിച്ചിരുന്ന ഒരു പയ്യനാണ്. അച്ഛൻ കാസിയും പീലാസയൊക്കെ എടുത്ത് ഉയർത്തുമ്പോൾ ഏറ്റവും ആദ്യം അതിന് സാക്ഷികളായിരുന്ന ഓൾട്ടർ ബോയ്സിലെ ഒരാളാണ് ഇന്ന് മരിച്ചു കിടക്കണത്. അപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരികയാണ്. ഒരു ചെറിയൊരു പേടിയോട് കൂടിയിട്ട് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരികയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് അവൻ്റെ ഫ്യൂണറൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൊടാര പള്ളിയിൽ 2 പേരുടെ ഫ്യൂണറൽ നടക്കും. ഒന്ന് ഒരു അൾത്താരബാലിൻ്റെയാണ്, 2 ഒരു നവവൈദികൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ പട്ടം കിട്ടിയിട്ട് ഏകദേശം ഒരു 12 ദിവസം മാത്രമായിട്ടുള്ള ഒരു നവവൈദികൻ്റെയും ഒരു ഓൾട്ടർ ബോയിൻ്റെ ഒരു അൾത്താരബാലൻ്റെയും എന്ന് പറഞ്ഞാൽ തിരുപ്പട്ടം സ്വീകരിച്ചിട്ട് വെറും 12 ദിവസം മാത്രം പ്രായമായിട്ടുള്ള ഒരു നവവൈദികൻ്റെയും ഒരു അൾത്താര ശുശ്രൂഷയുടെയും ഫ്യൂണറൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇവിടെ ഒരുമിച്ച് നടക്കുമെന്ന് ചുമ്മാ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്. അപ്പം ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ മൊത്തം ഈ ജസ്വിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ തോന്നൽ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. 1-ാമത്തെ കുർബാന കഴിഞ്ഞിട്ട് 2-ാമത്തെ കുർബാന എനിക്ക് ഞാൻ കാറ്റസിസം പഠിപ്പിച്ച വേങ്ങൂർ ഇടവകയിലായിരുന്നു, അങ്കമാലിക്ക് അടുത്തുള്ള വേങ്ങൂർ ഇടവകയിലായിരുന്നു. ഞാൻ 2-ാമത്തെ കുർബാനയ്ക്ക് അങ്ങോട്ട് പോകുന്നു. തിരികെ 12 മണിക്ക് എനിക്ക് ഒരു മാമോദിസയ്ക്ക് കൊടകരയിൽ തന്നെ എത്തണം. വികാരിച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയിട്ട് 12 മണിയാകുമ്പോഴേക്കും വന്നാൽ മതി, മാമോദിസയ്ക്ക് വന്നാൽ മതി, സമയമെടുത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നത്തെ വികാരിയായിരുന്ന ഷാജു ചെറിയത്തച്ഛൻ എന്നെ യാത്രയാക്കുന്നത്. അങ്ങനെ അങ്കമാലിയിൽ പോയിട്ട് വേങ്ങൂര് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. തിരികെ പോരുന്ന സമയത്ത് അങ്കമാലി ടൗണിനടുത്ത് വെച്ചിട്ട് എൻ്റെ ബൈക്ക് വേറൊരു ബൈക്കുമായിട്ട് കൂട്ടിയിടിക്കുകയാണ്. അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. ഞാൻ ബൈക്കടക്കം ഞാനും തെറിച്ച് വീഴുന്നു, താഴേക്ക് വീഴുന്നു. എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ മനസ്സിൽ മിക്കവാറും ഞാനിന്ന് മരിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ മൊത്തം കിടക്കണത്. ഞാൻ എണീറ്റ് നോക്കി, കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. കൂടെ എന്നെ വന്ന് ഇടിച്ച വണ്ടിക്കാരൻ്റെ അടുത്ത് ഞാൻ വെച്ചാൽ എന്തെങ്കിലും പറ്റുമോ? എന്നിട്ട് 2 പിള്ളേരായിരുന്നു, അവരെയും കൊണ്ട് ആശുപത്രിയിലൊക്കെ പോയി. ഞാൻ എൻ്റെ വികാരത്തിന് ഫോൺ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള KJ ഹോസ്പിറ്റലിലാണ്, അത് കാരണം എനിക്ക് മാമോദിസയ്ക്ക് വരാനായിട്ട് പറ്റില്ല, ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴേക്കും വികാരത്തിന് എടുത്ത് വഴിക്ക് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല അച്ഛാ, സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു, നീ വളരെ സാവധാനം വന്നാൽ മതി, ടെൻഷൻ അടിക്കേണ്ട, മാമോദിസയൊക്കെ ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല, വളരെ സ്ലോയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വളരെ പതുക്കെ ഞാൻ കൊടകര പള്ളിയിലെത്തുന്നു. അവിടെ രൂപത അൾത്താര സംഘത്തിൻ്റെ ഡയറക്ടറച്ഛനായിരുന്ന ജിനു അച്ഛനോടൊപ്പം, ജിനു വെണ്ണാട്ടുപറമ്പിൽ അച്ഛനോടൊപ്പം ഈ ജസ്വിൻ്റെ വീട്ടിൽ ഈ പയ്യൻ മരിച്ചിട്ട് അവൻ്റെ ബോഡി കൊണ്ടുവരുന്ന സമയമാണ്. ഒന്ന് ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് കരുതിയിട്ട് അച്ഛനോടൊപ്പം ഞാൻ ഈ ജസ്വിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാനും ജിനു അച്ഛനും ആ വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ബോഡി കൊണ്ടുവന്നിട്ട് ഒരു ഏകദേശം 5-10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം അവിടെയുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഒരു പയ്യൻ മരിച്ചിരിക്കുന്നു, അതും ആക്സിഡൻറ്റിലാണ് അവൻ മരിച്ചത്. അവൻ്റെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് ആ വീട്ടിലുണ്ടാകുന്ന കരച്ചിലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ചെറുതായിട്ട് ടെൻഷൻ കയറി തുടങ്ങി.
ഞാനും ജിനോച്ചനും കൂടിയിട്ട് ഈ വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ നോക്കിയപ്പോൾ ഇവൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ മൊബൈൽ ഫ്രീസറിൽ ഇങ്ങനെ കെടുത്തിയിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ വേറെ ഒന്നും ഇവൻ്റെ മഞ്ചയിൽ പൂക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ആകപ്പാടെ വെച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ തിരുപ്പട്ടം കഴിഞ്ഞതിൻ്റെ അനുമോദന സമ്മേളനത്തിൽ ഈ ജസ്വിൻ ഒരു ഡാൻസ് കളിച്ചിരുന്നു. അതിന് അവന് കിട്ടിയ കുഞ്ഞൊരു ട്രോഫി, ഒരു കുഞ്ഞൊരു ഷീൽഡ്, ഒരു സമ്മാനമാണ് ഇവൻ്റെ ഡെഡ് ബോഡിയുടെ മുകളിൽ നെഞ്ചത്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് ഒപ്പീസ് ഇല്ലാനായിട്ടൊന്നും പിന്നെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. ഞാൻ ഡയറക്ടറച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ആൾക്കാർ ഇതിൻ്റെ ഡയറക്ടറച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഒപ്പീസ് വിളിക്കുക. ഞാൻ മിണ്ടില്ല. ഞാൻ ഈ ഒപ്പീസിൻ്റെ കടലാസെടുത്ത് മുഖം ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഞാൻ കരയാണ്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ്. നാട്ടുകാർ കണ്ട മോശമാണ്, കാരണം പട്ടം കിട്ടിയിട്ട് 12 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് അച്ഛൻ ഫ്യൂണറലിൽ നടക്കുന്ന ഒരു വീട്ടിൽ വന്നിട്ട് നിന്ന് കരയുന്നു എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഞാൻ ഒപ്പീസിൻ്റെ കടലാസെടുത്ത് മുഖമൊക്കെ മറച്ച് പിടിച്ചിട്ട് ഞാൻ നിന്ന് കരയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ജസ്വിൻ്റെ അമ്മയുടെ ഒരു കരച്ചിൽ ഇപ്രകാരമായിരുന്നു. ഈ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു കരയുകയാണ്, ഇതുപോലൊരു അച്ഛനാകണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നതല്ലേടാ എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി കരയുകയാണ്. അതും കൂടി കേട്ടപ്പോഴേക്കും സകല കൺട്രോളും പോയി. ഞാൻ ഇത്തിരി കൂടി മുറുക്ക പിടിച്ചിട്ട് ഞാൻ നിന്ന് പൊട്ടി കരയാനായിട്ട് തുടങ്ങി. അന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ബോധ്യമാണ്, എത്രയോ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എത്രയോ ആളുകൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ഒരു പൗരോഹിത്യമാണ് ഞാനും ഇന്ന് അനേകം വൈദികരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ കുഞ്ഞുമക്കളും അവരുടെ മാതാപിതാക്കളും ഒത്തിരിയേറെ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയൊരു പൗരോഹിത്യമാണ് ഞാനൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഈ കൊച്ചിൻ്റെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞു. വൈകിട്ടാകുമ്പോഴേക്കും ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡൗണായി. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കൊണ്ട് ആക്സിഡൻറ്റ് നടക്കുന്നു, ചെറിയ ആ ഒരു ചിന്ത വരുന്നു, ഇവൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് ഒരു 6:30 സമയത്ത് വികാരിച്ചൻ എന്നെ വിളിച്ച്, ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മേശപ്പുറത്ത് മേശപ്പുറത്ത് ഈ കൈകൾ വെച്ച് അതിൻ്റെ മുകളിൽ തല വെച്ച് ഞാൻ കിടന്നുറങ്ങി. വികാരിച്ചൻ വന്ന് എന്നെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ചാൾസ് നീ ഓക്കെ അല്ലേ? അതുകൊണ്ട് ഞാൻ ഓക്കെ ആണ് വെച്ചാൽ കുഴപ്പമില്ല. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പനി അങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ, എനിക്ക് ചെറിയ ഭയങ്കര ഒരു വിഷമം. കാരണം ഈ പയ്യൻ മരിച്ചു. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ കാലത്ത് കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 2 പേരുടെ ഫ്യൂണറൽ ഇവിടെ നടക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആക്സിഡൻ്റൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി, എനിക്ക് ഭയങ്കര ഒരു വിഷമം എന്നൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ പറയുകയാണ്, അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ്, ചാൾസേ നീ വിശ്വസിക്കുമെന്ന് അറിയില്ല, അതായത് കാലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് എനിക്കും തോന്നി നിനക്ക് എന്തോ ഇന്നൊരു അപകടം പറ്റുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നീ ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ സേഫ് അല്ലേ എന്ന് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്. എനിക്കും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായി എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു സംഭവം എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം പറഞ്ഞ ആ പ്രാർത്ഥന, ഇനിയൊരു ബലിയർപ്പിക്കാനായിട്ട് ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, അന്ന് ആ അപകടത്തിൽ ഒരു പോറൽ പോലും പറ്റാതെ എന്നെ രക്ഷിച്ചത് ഈ ദിവ്യകാരുണ്യ ഈശോയാണ് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. എന്തിനാണ് രക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഈ ജസ്വിനെ പോലെ ഈ ഒട്ടേറെ ആഗ്രഹിച്ചിട്ടും പട്ടം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു വൈദികനാകാൻ സാധിക്കാത്ത രീതിയിൽ അവസാനിച്ച കുറേ ജന്മങ്ങളുടെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെയൊക്കെ അവശേഷിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ഇന്ന് പൗരോഹിത്യ യാത്ര ആരംഭിച്ചിട്ട് 8ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 8 വർഷങ്ങളിലും ഓരോ വർഷവും പുതിയ പുതിയ ബോധ്യങ്ങളിലൂടെ ഈശോ നമ്മളെ നയിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവർ പകർന്നു നൽകുന്ന ഓരോ ബോധ്യങ്ങളിലൂടെ ഈശോ നമ്മളെ നയിക്കുന്നു. ഈ അടുത്ത് കേട്ട മനോഹരമായിട്ടുള്ളൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരുങ്ങാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കേട്ടത്. ഒരാളുടെ അനുഭവത്തിൽ നിന്ന് കേട്ടതാണ്. അദ്ദേഹം പറയുകയാണ്, ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ ഒരുങ്ങുമ്പോഴും ഒരു ചെറിയ കഷ്ണം കടലാസ് എടുത്തിട്ട് അതിൽ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതണം. എന്നിട്ട് ഒന്നുകിൽ നിങ്ങളത് പോക്കറ്റിലിടണം, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ്. സത്യം പറഞ്ഞാൽ ആ അനുഭവം കേട്ടതിൽ പിന്നെ ഞാൻ അർപ്പിച്ചിട്ടുള്ള എല്ലാ വിശുദ്ധ കുർബാനകളിലും ഞാൻ ഇതുപോലെ കുഞ്ഞൊരു കടലാസ് എടുത്ത് അതിൻ്റെ നിയോഗങ്ങൾ എഴുതി ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിലിട്ടിടണം വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വരിക. ഇപ്പോഴും എൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ നിയോഗങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ധൈര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അത് അനുഭവിച്ചറിയാവുന്നതാണ്. ഇതുമാത്രമല്ല, ഇതുപോലെയുള്ള ഒത്തിരിയേറെ ദിവ്യകാരുണ്യ അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ നയിക്കും, അത് തീർച്ചയാണ്. തിരുവോസ്തിയിൽ ഞാൻ